അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. രാവിലെ ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിലെത്തിക്കുന്ന മൃതദേഹം CPMന്റെ മുതിർന്ന നേതാക്കൾ ഏറ്റുവാങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, എപ്പോഴേക്കുമാണ് ചെന്നൈയിൽ നിന്ന് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത്? ഏതൊക്കെ നേതാക്കൾ ചേർന്നാണ് അദ്ദേഹത്തെ ഏറ്റുവാങ്ങുന്നത്? 7 മണിക്കുള്ള പ്രൈവറ്റ് വിമാനത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. 9 മണിയോടുകൂടി കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരിക്കും എത്തിക്കുന്നുണ്ടാവുക. തുടർന്ന് CPMന്റെ മുതിർന്ന നേതാക്കളൊക്കെ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും. തുടർന്ന് കൊച്ചിയിൽ നിന്നും വിലാപയാത്രയായിട്ട് കോട്ടയത്തേക്ക് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കോട്ടയത്തെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. ഏകദേശം 12 മണിയോടുകൂടി കോട്ടയത്ത് എത്തിച്ചേരുന്ന മൃതദേഹം ഈ CPM DC ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. 2 മണിക്കൂറോളം കോട്ടയത്ത് ജില്ലാ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജന്മനാടായിട്ടുള്ള ചങ്ങനാശ്ശേരിയിലേക്ക് വിലാപയാത്രയായിട്ട് മൃതദേഹം കൊണ്ടുപോകും. തുടർന്ന് ഏറെ നാൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ചങ്ങനാശ്ശേരിയിലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ട്. അവിടെയും ഏകദേശം ഒരു 2 മണിക്കൂർ നേരം പൊതുദർശനത്തിന് വെച്ച ശേഷം 4 മണി 4:30 അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, തെങ്ങണായിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് വീട്ടിലായിരിക്കും ബാക്കി പൊതുദർശന ചടങ്ങുകളൊക്കെ ക്രമീകരിക്കുന്നുണ്ടാവുക. നാളെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകളെന്നാണ് പാർട്ടി വൃത്തങ്ങൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും CPMന്റെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ടെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുമെന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ 12 മണിയോടുകൂടി കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നതിന് ശേഷമായിരിക്കും പ്രമുഖ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ടാവുക. എന്തായാലും ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരുന്നത്. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗം AV റസലിന് സംഭവിച്ചത്. അർബുദ രോഗബാധയെ തുടർന്ന് ഏറെ നാളായിട്ട് ചികിത്സയിൽ തുടരുകയായിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കവെയായിരുന്നു ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ട് മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മന്ത്രി VN വാസവൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ചെന്നൈയിലുണ്ട്. അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നേതൃത്വം നൽകുന്നത് മന്ത്രി VN വാസവനാണ്. അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇന്ന് ഇവിടെ കോട്ടയത്തെത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി ഗോകുൽ.